എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഈ മൂന്ന് ഷെയർ ആവറേജ് വന്നിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഇത് ആവറേജിന് മുകളിൽ കയറിപ്പോയി നമുക്ക് മുകളിലത്തെ ലെവലിൽ നിന്ന് അതിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഷെയറിനകത്തൊക്കെ. അപ്പം കുറച്ച് ഷെയറിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം വന്നിട്ട് ഈ തന്നിരിക്കുന്ന ഷെയറിനകത്ത് നമുക്കൊരു 7-8 ഷെയർ നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ചാൻസ് വന്ന ഷെയറുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് നാളത്തെ ഏതൊക്കെ ഷെയറാണെന്ന് നോക്കാം. സെലക്സ് എന്ന് പറയുന്ന ഷെയർ ഇന്നലെ അത് R1 മുകളിൽ പോയിട്ട് നേരെ R2 അടിച്ചിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ ഈ എൻട്രി ഇവിടെ 796 റേഞ്ചിൽ എൻട്രി എടുക്കും. ഇവിടുന്ന് അത് 760 വരെ തൊട്ടുണ്ടായിരുന്നു, ഏകദേശം 35-36 രൂപ. വീണ്ടും അത് ആ റേഞ്ച് വരുന്നു. വീണ്ടും നമുക്ക് ആ സെയിം റേഞ്ചിൽ തന്നെ കിട്ടുന്നത് 30 രൂപ 2 പ്രാവശ്യം നമുക്ക് ചാൻസ് വരുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. അതിനുശേഷം വിസാഖ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഇത് R1 തന്നെ ഇവിടം വരെ വന്നു. അത് CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാം, കണ്ടില്ലേ? നമ്മളിതിന് താഴോട്ട് പോയപ്പോൾ എൻ്റെ 120-80 റേഞ്ചിൽ നിന്ന് എടുത്താൽ 115-40 113-60 7 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബോറോ റിന്യൂ എന്ന് പറയുന്ന ഷെയർ, ബോറോ റിന്യൂ അത് ഫ്ലാറ്റായിട്ട് ഓപ്പണായിട്ട് നേരെ കയറിപ്പോയി R2 അടിച്ചതിന് ശേഷം ഇറങ്ങി ഈ റേഞ്ചിൽ നിന്ന് ഇറങ്ങി 625 റേഞ്ച് നമ്മൾ എടുത്ത 607. അതിനുശേഷം 602 വരെ ചാൻസ് വന്നിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുക്കുന്നത് 625 റേഞ്ചിൽ എൻട്രി എടുത്താൽ ഏകദേശം 20-23 രൂപയ്ക്ക് അടുത്ത പ്രോഫിറ്റ് അതിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം സലസാർ എന്ന് പറയുന്ന ഷെയർ, സലസാർ അത് പ്രീവിയസ് ഡേ R1 ഫസ്റ്റ് ഇതിലെ തന്നെ R1 മുകളിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിവിടെ ഈ റേഞ്ചിൽ എൻട്രി എടുക്കുക. 113 സംതിങ് എൻട്രി എടുത്താൽ 101 വരെ വരുന്നുണ്ട്. ഏകദേശം 12-13 രൂപയ്ക്ക് അടുത്ത് ചാൻസ് വരുന്നത്. വീണ്ടും അത് ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. എൻട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഈ റേഞ്ചിൽ ചാൻസ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് എടുത്താൽ വീണ്ടും നമുക്ക് ഒരു 5-6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗാന്ധി ട്യൂബ് എന്ന് പറയുന്ന ഷെയർ, ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് തിരിച്ച് ഇവിടെ ഈ റേഞ്ച് നമ്മൾ എൻട്രി എടുക്കും. നമുക്ക് ഈ റേഞ്ച് 840-41 റേഞ്ച് എൻട്രി എടുത്താൽ 792 45-46 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതിനുശേഷം ക്യാപ്ലിൻ പോയിന്റ് ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് അല്ല ഹൈ ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടുന്ന് താഴെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റും. 1519 റേഞ്ചിലൊരു എൻട്രി എടുത്താൽ 1493 25-26 രൂപ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ R1 അടിച്ചിട്ട് അവിടെ തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. രണ്ടാം പ്രാവശ്യം നമുക്ക് ഇവിടെ 1536-37 റേഞ്ച് എടുത്താൽ ഒരു 20 രൂപ വീണ്ടും പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. വീണ്ടും അത് പ്രീവിയസ് ഡേ ഹൈയെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. തിരിച്ച് കയറി വീണ്ടും ഇവിടെ R2 പോകുന്നില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങുകയോ ചെയ്തതാണ്. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഒരു എൻട്രി 1537 റേഞ്ച് എടുത്താൽ അത് പിന്നെ നല്ലൊരു പ്രോഫിറ്റിലാണ് പോകുന്നത്. 1575 60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം എൻട്രി ഇതിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു.
അതിനുശേഷം REC ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു മുകളിലോട്ട് പോയി R1 ടച്ച് ചെയ്തു 472 ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങി. ഇവിടെ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് 471 71.5 ഒക്കെ എൻട്രി എടുത്താൽ 457 വരെ 57.95 നമുക്ക് 13 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ആവറേജ് ഇപ്പോൾ നിൽക്കുമായിരുന്നു ലാസ്റ്റിൽ. ഇത്രയും ഷെയറിലാണ് നമുക്ക് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെടുത്ത ഷെയറിനകത്ത്. നമുക്ക് നാളത്തെ തന്നെയുള്ള ഷെയറുകൾ ഇത്രയും ഷെയറുകളാണ്. ഇന്ന് മാർക്കറ്റ് കുറച്ച് കവറിങ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ ആ സമയം വരെ ചെറിയ കവറിങ് തരും. അതിനുശേഷം മാർക്കറ്റ് ചിലപ്പം നല്ല രീതിയിൽ വീണ്ടും ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിന്ന് 19 ഷെയറാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളത് മിധാനി എന്ന് പറയുന്ന ഈ ഷെയർ ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇതിനകത്ത്. അതുപോലെ HFCL എന്ന് പറയുന്ന ഷെയർ, ഇതും ഈ R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ബോറോറിനി എന്ന് പറയുന്ന ഷെയർ നോക്കുക, ഒന്ന് ഈ ഹൈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാതല്ല, ചിലപ്പോൾ 650 പോയിട്ട് തിരിച്ച് ഈ റേഞ്ച് ഇറങ്ങി കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. LT ഫുഡിനകത്തും നല്ല ചാൻസ്. ഇതൊക്കെ നല്ല വോളിയമുള്ള ഷെയറുകൾ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻട്രി കിട്ടും. നമ്മൾ നോക്കിയിരുന്ന് അത് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഗണേഷ് ഹൗസിങ്, എല്ലാ ഷെയറിനകത്തും ഇതുപോലെ പ്രീവിയസ് ഡേ ഹൈയോ R1 R2 ആ റേഞ്ച് വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എൻട്രി എടുക്കുക. ആ സമയത്ത് വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് എടുക്കരുത് ഒരിക്കലും. അപ്പോൾ ഓക്കെ, നാളെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.